Hi, hello, and welcome to a new episode of Leap by IAS Factor. So, current affairs നമ്മൾ ഡെയിലി MCQസിന്റെ രൂപത്തിൽ പഠിക്കുകയാണ്. Moving on to the first question of this episode. നോക്കൂ, consider the following statements about Eurasian Economic Union. യുറേഷ്യൻ എക്കണോമിക് യൂണിയനെ കുറിച്ചിട്ടൊരു ചോദ്യമാണ് നമ്മൾ ആദ്യം നേരിടുന്നത്. സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. മെമ്പർ സ്റ്റേറ്റ്സ് ഓഫ് EU ഷെയർ എ കോമൺ കറൻസി ഫോർ ക്രോസ് ബോർഡർ ട്രേഡ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു കറന്റ് ഇന്ത്യ ഡു നോട്ട് ഹാവ് സിഗ്നിഫിക്കന്റ് ട്രേഡ് റിലേഷൻസ് വിത്ത് കൺട്രീസ് ഇൻ EU. ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു യുറേഷ്യൻ എക്കണോമിക് കമ്മീഷൻ ഇസ് ദി സുപ്രീം ബോഡി ഓഫ് ദി യൂണിയൻ വിച്ച് ഇൻക്ലൂഡ്സ് ദി ഹെഡ്സ് ഓഫ് EU മെമ്പർ സ്റ്റേറ്റ്സ്. അതായത് നമ്മൾ മറ്റുള്ള ഓർഗനൈസേഷൻസിനെ പോലെ ആദ്യം അങ്ങനെ കേട്ടിട്ടില്ലാത്ത ഒരു ഗ്രൂപ്പിംഗ് ആണ് എന്താ യുറേഷ്യൻ എക്കണോമിക് യൂണിയൻ. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും എന്താണ് ലോജിക് യൂസ് ചെയ്യൂ. ലോജിക് യൂസ് ചെയ്ത് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങൾ വളരെ കുറവാണ് UPSC പ്രിലിംസിൽ ചോദിക്കുന്നത്. നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ എടുക്കാം. മെമ്പർ സ്റ്റേറ്റ്സ് ഓഫ് EU ഷെയർ എ കോമൺ കറൻസി ഫോർ ക്രോസ് ബോർഡർ ട്രേഡ്. അതായത് EAUവിന് ഒരു കോമൺ കറൻസി ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള കോമൺ കറൻസികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കേട്ടിട്ടുള്ള യൂറോ തന്നെയല്ലേ. യൂറോ അല്ലാതെ മറ്റെവിടെങ്കിലും എന്തെങ്കിലും ഒരു കോമൺ കറൻസിയെ കുറിച്ച് നമ്മൾ അങ്ങനെ അധികം കേൾക്കുന്നില്ല. നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ അങ്ങനെ ഉള്ളത് ഒരു കോമൺ ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തന്നെയല്ലേ അതിനർത്ഥം. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ യൂറോ തന്നെ നോക്കുക. യൂറോ എന്ന് പറയുന്നത് യൂറോ സോൺ കൺട്രീസ് എന്ന് പറയുന്നത് എവിടെയാണ്? കൂടുതലും വെസ്റ്റേൺ യൂറോപ്പിലോ സെൻട്രൽ യൂറോപ്പിലോ ആയിട്ടാണ് കിടക്കുന്നത്. ഈസ്റ്റേൺ യൂറോപ്പിൽ വളരെ കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ. മാത്രമല്ല അത് യൂറോയിൽ ഒതുങ്ങി നിൽക്കുക, യൂറോപ്പിൽ ഒതുങ്ങി നിൽക്കുന്നതാ. ഇവിടെ എന്താണ് യൂറേഷ്യനും കൂടെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും എന്താണ് ഒരു കോമൺ കറൻസി എന്നുള്ള ഒരെണ്ണം നമ്മൾ കേട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ് എന്ന് ഗസ് ചെയ്യാം. ആൻഡ് സെക്കൻഡ് വൺ നോക്കൂ. കറന്റ് ഇന്ത്യ ഡു നോട്ട് ഹാവ് എനി സിഗ്നിഫിക്കന്റ് ട്രേഡ് റിലേഷൻസ് വിത്ത് കൺട്രീസ് ഇൻ EU. യുറേഷ്യ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തായാലും ഉറപ്പായും ഏത് രാജ്യം ഉണ്ടാവണം? യൂറോപ്യൻ സൈഡ് ഏഷ്യ, അതാണല്ലോ യുറേഷ്യ എന്ന് നമ്മൾ പറയുന്നത്. ഏത് രാജ്യം മസ്റ്റായിട്ടും ഉണ്ടാവണം? റഷ്യ മസ്റ്റായിട്ടും ഉണ്ടാവണ്ടേ? എന്നാലല്ലേ ഇതിനെ യുറേഷ്യ എന്ന് തന്നെ നമുക്ക് വിളിക്കാനൊക്കത്തുള്ളൂ. റഷ്യയുമായിട്ട് ഇന്ത്യക്ക് സിഗ്നിഫിക്കന്റ് ട്രേഡ് റിലേഷൻ ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഉറപ്പായിട്ടും ആ സ്റ്റേറ്റ്മെന്റും നമുക്ക് തെറ്റി. അപ്പോൾ ഒന്നുകിൽ C3 ഉള്ളി ആവാം, D നൺ ഓഫ് ദീസ് ആവാം. പക്ഷെ ത്രീയിൽ ട്വിസ്റ്റ് ഉണ്ട് എന്ന് പറയാനുള്ള കാരണം അതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല. നമുക്ക് യുറേഷ്യൻ എക്കണോമിക് യൂണിയനെ കുറിച്ച് തന്നെ അറിയത്തില്ല, പിന്നല്ലേ അതിന്റെ സുപ്രീം ബോഡി എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ അറിയുന്നത്. അപ്പൊ നമുക്കത് അറിയത്തില്ലെങ്കിൽ നമ്മൾ അത് ഇതോടുകൂടി പഠിക്കുന്നു. യൂറോപ്യൻ എക്കണോമിക് കമ്മീഷൻ എന്ന് പറയുന്നത് ഈ യുറേഷ്യൻ എക്കണോമിക് യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ റെഗുലേറ്ററി ബോഡി മാത്രമാണ്. മനസ്സിലായില്ലേ? അതായത് ഈ യൂണിയനെ സംബന്ധിച്ച് ഇതൊരു റെഗുലേറ്ററി ബോഡി മാത്രമാണ്, സുപ്രീം ബോഡി അല്ല. സോ ദാറ്റ് മീൻസ് ഓപ്ഷൻ 3 ഈസ് ഓൾസോ റോങ്. സോ ദാറ്റ് മീൻസ് our right answer is none of these. യുറേഷ്യൻ എക്കണോമിക് യൂണിയന്റെ സുപ്രീം ബോഡി എന്ന് പറയുന്നത് സുപ്രീം യുറേഷ്യൻ എക്കണോമിക് കൗൺസിൽ ആണ്. സുപ്രീം യുറേഷ്യൻ എക്കണോമിക് കൗൺസിൽ ആണ് എന്ത്? യുറേഷ്യൻ എക്കണോമിക് യൂണിയന്റെ സുപ്രീം ബോഡി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ യുറേഷ്യൻ എക്കണോമിക് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അതൊരു റെഗുലേറ്ററി ബോഡിയാണ്. ഇനി ഒന്ന് നോക്കൂ, EU മെമ്പേഴ്സിന്റെ പേര് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. അർമീനിയ, ബെലാറൂസ്, ഖസക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ ആൻഡ് റഷ്യ. ഈ 5 പേരാണ് അതിനകത്ത് ഫുൾ ടൈം മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അപ്പം ഈ 5 പേരുടെ പേരൊന്ന് പഠിച്ചു വെക്കുക. കാരണം എന്തുകൊണ്ട് ഇത് ന്യൂസിൽ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും EUവും തമ്മിൽ എന്താണ് പുതിയതായിട്ട്? EUവും തമ്മിൽ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റിനുള്ള ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നു. ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റിനുള്ള ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് ഫൈനലൈസ് ചെയ്തിരിക്കുന്നു. ഇതാണ് ന്യൂസ്. അപ്പൊ യുറേഷ്യൻ എക്കണോമിക് യൂണിയൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ പഠിച്ചു വെക്കണം. 5 രാജ്യങ്ങളാണ്: അർമീനിയ, ബെലറൂസ്, കസക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ ആൻഡ് റഷ്യ. ക്ലിയർ ആയില്ലേ? മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കൂ, മാപ്പിൽ ഒന്ന് നോക്കൂ, സ്ഥലങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. With reference to related party transactions,
റീസെന്റ് seen in news, which of the following is the most suitable description for that? അതായത് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ് ഈ അടുത്തിടയിൽ പലപ്പോഴും ന്യൂസിൽ വരുന്ന കാര്യമുണ്ട്. വാട്ട് ഈസ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്നാണ് ചോദ്യം. See, option A, transactions aimed at ensuring ethical standards in the functioning of healthcare institutions. Options, option B, deals between connected business entities that require disclosure to protect minority shareholders. Option C, arrangements meant to regulate fiscal transfer between union and states. And option D, provisions intended to monitor foreign investments in sensitive sectors. See, ലോജിക് ഒക്കെ പ്രയോഗിക്കാൻ റെഡി ആയിട്ടുള്ള, റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ഇവിടെ റിലേറ്റഡ് പാർട്ടി എന്നുള്ള കീവേഡിൽ നിന്നും അയാള് എന്തെടുക്കും? കണക്റ്റഡ് ബിസിനസ് എൻറ്റിറ്റി എന്നുള്ള ക്ലൂവിലേക്ക് എത്തും. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ, അതായത് നമ്മൾ അതിന്റെ ഒരു കോമൺ മീനിങ് എടുക്കുകയാണെങ്കിൽ ബന്ധമുള്ളവർ തമ്മിൽ നടത്തുന്ന ട്രാൻസാക്ഷൻ. അതിൽ നിന്നും നമുക്ക് കണക്റ്റഡ് ബിസിനസ് എൻറ്റിറ്റി എന്നുള്ള ലോജിക്കിലേക്ക് എത്താൻ സാധിക്കുമെങ്കിൽ, ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും. ബിക്കോസ് ദാറ്റ് ഈസ് കറക്റ്റ്. അപ്പം പലരും റീസെന്റ് സീൻ ഇൻ ന്യൂസ് എന്നുള്ള സാധനം റീസെന്റ് ന്യൂസിൽ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവർ അത് കൃത്യമായിട്ട് പഠിക്കുക. വാട്ട് ഈസ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ? റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് എന്താണ്, ഒരു വലിയ ഒരു വലിയ ഫേം, ഈ ഒരു ഫേം മറ്റൊരു ചെറിയൊരു ഫേമുമായിട്ട് ഒരു ഡീൽ വെക്കുന്നു എന്ന് കരുതുക. ഓക്കെ, ഇവിടെ കുറെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, മനസ്സിലായില്ലേ? അവിടെ മേജർ ഷെയർ ഹോൾഡേഴ്സും ഉണ്ട്, മൈനർ ഷെയർ ഹോൾഡേഴ്സും ഉണ്ട്. ഒരു വലിയ സ്ഥാപനം ഒരു ബിസിനസ് ഡീല് മറ്റൊരു സ്ഥാപനമായിട്ട്, അതായത് ഇവർക്കിപ്പം സപ്പോസ് ഈ മേജർ ഷെയർ ഹോൾഡറിൽ ഒരാൾക്ക് പരിചയമുള്ള ആളുടെ കമ്പനിയാണ് ഇത് എന്ന് കരുതുക. മേജർ ഷെയർ ഹോൾഡറിൽ ഒരാൾക്ക് പരിചയമുള്ള ഒരു കമ്പനിയാണ് ഇത്. ഇവരുമായിട്ടാണ് ഈ വലിയ കമ്പനി ബിസിനസ് നടത്തുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ എന്ത് പറ്റും? ഈ മേജർ ഷെയർ ഹോൾഡറിന് അനുകൂലമായിട്ടുള്ള രീതിയിലേക്ക് പല സ്റ്റെപ്പുകളും എടുപ്പിക്കാൻ ഇയാളെ കൊണ്ട് സാധിക്കും. അതൊരു പക്ഷെ മൈനർ ഷെയർ ഹോൾഡേഴ്സിന് മോശമായിട്ട് വന്നു എന്ന് വരും. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ട്രാൻസാക്ഷനുകളിൽ ഈ മൈനർ ഷെയർ ഹോൾഡേഴ്സിന് പണി കിട്ടരുത്. അവർക്ക് മോശമായിട്ടുള്ള യാതൊരുവിധ റിസൾട്ട്സും ഉണ്ടാവാതിരിക്കാനായിട്ടാണ് ഈ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷന്റെ റെഗുലേഷൻ ആര് നടത്തുന്നത്? സെബി നടത്തുന്നത്. സോ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനികൾ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ എന്ത് വേണം? മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ വരേണ്ടത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ന്യൂസിൽ ഈ ടേം വന്നിട്ടുള്ളത്. കണ്ടിട്ടില്ലാത്തവർ ശ്രദ്ധിക്കുക, ഇപ്പോൾ തന്നെ പഠിക്കുക. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് നോക്കൂ, ഒരു സ്ഥിരം UPSC ക്വസ്റ്റ്യൻ, എന്നാൽ പല കുട്ടികൾക്കും പഠിക്കാൻ പാടുള്ള ഒരു ടോപ്പിക്കാണ്. വേൾഡ് ജിയോഗ്രഫി റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പ്രത്യേകിച്ചും അത് IR-ൽ നിന്നാണ് ചോദ്യങ്ങൾ കൂടുതലും വരുന്നത്. കൺസിഡർ ദി ഫോളോയിങ് പ്ലേസസ് ആൻഡ് കറസ്പോണ്ടിങ് വാട്ടർ ബോഡീസ്. സ്കാർബറോ ഷോൾ, അറ്റ്ലാന്റിക് ഓഷ്യൻ. സെൻകാഗോ ഐലൻഡ്സ്, ഈസ്റ്റ് ചൈന സീ. ഗാസ, മെഡിറ്ററേനിയൻ സീ. തുവാലു, പസഫിക് ഓഷ്യൻ. ഹൗ മെനി ഓഫ് ദി അബോവ് ഗിവൺ പെയർസ് ഈസ് ഓർ ആർ കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ് ചോദ്യം. സ്കാർബറോ ഷോളും സെൻകാഗോ ഐലൻഡ്സും ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഗസ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും. ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂവിൽ ഗസ കണ്ടിട്ടുണ്ടാവും. സോ ഗസ ഇസ് ഓൺ ദി ബാങ്ക്സ് ഓഫ് മെഡിറ്ററേനിയൻ സീ. സോ 3 കറക്റ്റ് ആണ് എന്നറിയാം. പക്ഷെ ഇവിടെ നമുക്ക് കാര്യമില്ല. കാരണം എന്താ? ഓപ്ഷൻ എലിമിനേഷൻ ഒന്നും സാധ്യമല്ല. only 2, only 1, only 3 എന്നൊക്കെയാണ് കിടക്കുന്നത്. അപ്പൊ അറിഞ്ഞേ പറ്റത്തുള്ളൂ. അറിയുവാണെങ്കിൽ തുവാളു എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയി എന്ന് ചോദിച്ചാൽ, തുവാളു കുറെ കാലമായിട്ട് വളരെയധികം ന്യൂസിലുള്ള ഒരു രാജ്യമാണ്. കാരണം ദിസ് കൺട്രി ഈസ് സിങ്കിങ്, അതായത് ഈ കൺട്രിയുടെ ജോഗ്രഫിക്കൽ ലാൻഡ് ഫുള്ള് വെള്ളത്തിനടിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. റീസെന്റ് വന്ന ന്യൂസുകളിൽ ഒരെണ്ണം ഞാൻ പറയാം. ഈ രാജ്യത്ത് നിന്ന് 25,000 ആളുകൾ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടാണ് ന്യൂസ് വന്നത്. ആകെ രാജ്യത്ത് അത്രയൊക്കെ മനുഷ്യരേ ഉള്ളൂ. സോ അവര് ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്തേക്ക് മൈഗ്രൻസ് ആയിട്ട് പോയിട്ട് അവിടെ നിന്നിട്ട് അവിടെ സെറ്റിൽ ആയിക്കൊണ്ട്, മീൻസ് സിറ്റിസൺ ആവുമല്ല, അവിടെ പോയി നിന്നുകൊണ്ട് തന്നെ തുവാലു സിറ്റിസൺ ആയിക്കൊണ്ട് തുവാലുവിന്റെ ഭരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നടത്താനുള്ള ഒരു പ്ലാനിലാണ് ഇവരിപ്പോൾ ഇരിക്കുന്നത്. സോ തുവാലു ഈസ് ഇൻ ന്യൂസ്, ദാറ്റ് ഈസ് ഇൻ പസഫിക് ഓഷ്യൻ. അത് വളരെ 2-3 വർഷമായിട്ട് ഭയങ്കരമായിട്ട് ന്യൂസിലുണ്ട്. ഒരിക്കലൊരു എനിക്ക് COP26-ലാണെന്ന് തോന്നുന്നു, അവരൊരു ഭയങ്കര ഒരു പ്രസംഗമൊക്കെ അവരുടെ ഒരു ഫോറിൻ മിനിസ്റ്റർ നടത്തി, അതൊക്കെ ഭയങ്കര വൈറലാവുകയൊക്കെ ചെയ്തിരുന്നു.
ഇനി നമ്മുടെ മുന്നിലുണ്ടല്ലോ സെൻകാക്കു ഐലൻഡും മറ്റൊരു ഡിസ്പ്യൂട്ടഡ് ഏരിയ ആണ്, ആൻഡ് ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഈസ്റ്റ് ചൈന സീ. പക്ഷെ സ്കാർബറോ ഷോൾ അങ്ങനെയല്ല. സ്കാർബറോ ഷോൾ ഈസ് ആക്ച്വലി ആൻ അറ്റോൾ ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ സൗത്ത് ചൈന സീ. സൗത്ത് ചൈന സീയിലാണ് എന്തുള്ളത്? സ്കാർബറോ ഷോൾ ഉള്ളത്. അതല്ലാതെ അറ്റ്ലാന്റിക് ഓഷ്യനിലല്ല. ഇറ്റ് ഈസ് ഇൻ സൗത്ത് ചൈന സീ. സൗത്ത് ചൈന സീ നമുക്കറിയാമല്ലോ, ഭയങ്കര ഡിസ്പ്യൂട്ട്സ് ഉള്ള ഒരു ഏരിയ ആണ്. കാരണം ഈ സ്കാർബറോ ഷോളില് ഫിലിപ്പൈൻസും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, ചൈനയും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. റീസെന്റ് ഇന്ത്യ ഫിലിപ്പൈൻസ് ഒരു ജോയിന്റ് എക്സസൈസ് നടത്തുകയുണ്ടായി. അത് ഈ സൗത്ത് ചൈന സീയിലാണ് നടത്തിയത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സ്കാർബറോ ഷോള് ന്യൂസിൽ വന്നിട്ടുള്ളത്. കാരണം ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ, ഇന്ത്യ ഫിലിപ്പൈൻസ് ഒരു എക്സസൈസിനെ കുറിച്ചായിരിക്കും ന്യൂസ് വരുന്നത്. അപ്പം നമ്മൾ ആ എക്സസൈസിന്റെ പേര് പഠിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ചെയ്താൽ പോരാ. അത് മിലിറ്ററി എക്സസൈസ് ആണോ, നേവൽ എക്സസൈസ് ആണോ, അങ്ങനത്തെ മാത്രം നോക്കിയാൽ പോരാ. ആ ജോഗ്രഫി, അതിൻ്റെ ഒരു ഇന്റർനാഷണൽ റിലേഷൻസ് ഉണ്ടാകുന്ന ഇംപ്ലിക്കേഷൻസ് കൂടെ നമ്മൾ പഠിച്ചു വെക്കണം. ബിക്കോസ് ഇന്നത്തെ ഒരു ഇന്റർനാഷണൽ റിലേഷൻസ് നോക്കുകയാണെങ്കിൽ എന്താ, ഇന്ത്യ ചൈന ടൈസ് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അതേ സമയത്ത് തന്നെയാണ് ഇന്ത്യ ഫിലിപ്പൈൻസ് ഈ ഒരു എക്സസൈസ് സൗത്ത് ചൈന സീയിൽ നടക്കുന്നതും. സോ സ്കാർബറോ ഷോള് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഡിസ്പ്യൂട്ട്സ് വീണ്ടും ന്യൂസിൽ വരികയും ചെയ്യുന്നത്. നമ്മുടെ പഠനം ആ രീതിയിലായിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രെൻഡിങ് ക്വസ്റ്റ്യൻ ആണല്ലേ. വിച്ച് കൺട്രി സ്റ്റാൻഡ്സ് ഫസ്റ്റ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് കോക്കനട്ട്? അപ്പം കോക്കനട്ട് കേരള ന്യൂസിൽ മാത്രമൊന്നുമല്ല, ഓൾ ഇന്ത്യ തലത്തിൽ വലിയ രീതിയിൽ ന്യൂസിലുണ്ട്. വെളിച്ചെണ്ണയുടെ വില, കോക്കനട്ട് ഓയിലിന്റെ വില അതിഭീകരമായിട്ട് കൂടുന്നത് കേരള ന്യൂസിൽ ഒതുങ്ങി നിന്നിരുന്നില്ല. അത് കേരളവും കടന്ന് ഓൾ ഇന്ത്യ തലത്തിലേക്ക് പോയിട്ടുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട മീഡിയയും ഇത് കവർ ചെയ്യുകയുണ്ടായി. അതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് അവർ നടത്തുന്നുണ്ട്, എന്തുകൊണ്ട് വെളിച്ചെണ്ണയ്ക്ക് ഇങ്ങനെ വില കൂടുന്നു. അപ്പോഴാണ് റിലേറ്റഡ് ചോദ്യം വന്നുകൂടെ, വിച്ച് കൺട്രി സ്റ്റാൻഡ്സ് ഫസ്റ്റ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് കോക്കനട്ട്? അവർ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്, റൈസിന്റെ പ്രൊഡക്ഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സിമിലർ കൈൻഡിൽ ചോദിക്കാൻ പറ്റുന്ന ഒരെണ്ണമാ. ഇന്ത്യ എന്നാണ് നിങ്ങളുടെ ആൻസർ എങ്കിൽ തെറ്റി. ദി റൈറ്റ് ആൻസർ ഈസ് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യ ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കോക്കനട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനകത്ത് സംശയമൊന്നുമില്ല. നിങ്ങൾ FAOയുടെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കാമെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ട് കാണാം. ഇന്തോനേഷ്യ ഒന്നാം സ്ഥാനത്ത്, അതിനുശേഷം ഫിലിപ്പീൻസ്, അതിനുശേഷമാണ് ഇന്ത്യ വരുന്നത്. അപ്പൊ ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ്, ഇന്ത്യ, ഈ 3 രാജ്യങ്ങളാണ് കോക്കനട്ട് പ്രൊഡക്ഷന്റെ കാര്യത്തിൽ മേജർ ഷെയറും കയ്യിൽ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വളരെ ചുരുക്കം ഷെയർ മാത്രമേ ഉള്ളൂ ബാക്കി രാജ്യങ്ങളുടെ കയ്യിൽ. ഓക്കെ, ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ആ ഒരു ഡിഫറൻസ്, ഹ്യൂജ് ഡിഫറൻസ് നിങ്ങൾ കണ്ടില്ല. ഇന്ത്യ, ബ്രസീൽ 3rd പ്ലേസിൽ നിൽക്കുന്ന ഇന്ത്യയും 4th പ്ലേസിൽ നിൽക്കുന്ന ബ്രസീലും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കേ, അതിഭീകര വ്യത്യാസമാണുള്ളത്. സോ ഇന്തോനേഷ്യ ലീഡ്സ്, ദെൻ ഫോളോഡ് ബൈ ഫിലിപ്പൈൻസ് ആൻഡ് ഇന്ത്യ. ഇത് ഓർമ്മയിൽ ഉണ്ടാവണം എല്ലാവർക്കും. And moving on to another question from economy. Consider the following statements about infrastructure investment trust. See, UPSC ഈ ടൈപ്പുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിലേക്ക് കൂടുതൽ കടന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു, പോസ്റ്റ് കോവിഡിലാണ് ഈ സംഭവം ഇങ്ങനെ എവിഡന്റ് ആയി കാണുന്നത്. അതിന്റെ റീസൺ ഒക്കെ ഓൾറെഡി ഞാൻ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളതാ എന്തുകൊണ്ടാന്നുള്ളത്. ഓക്കെ, അപ്പം ലാസ്റ്റ് ഇയർ ഇപ്പം 2025 പ്രിലിംസിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ, ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിനെ കുറിച്ച് ചോദ്യമുണ്ടായിരുന്നു. മനസ്സിലായി, ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകളെ കുറിച്ച് ചോദ്യമുണ്ട്. ആ ഒരു നിലയ്ക്കും അതിനു മുൻപുള്ള വർഷങ്ങളിലെ ചോദ്യം വരികയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകൾ ആ ഗണത്തിൽപ്പെടുത്തി പഠിക്കേണ്ട ഒന്നാണ്. സോ സ്റ്റേറ്റ്മെന്റ്സ് നോക്കൂ. In which earn income through tolls, rents, interest or dividends from their investment in infrastructure properties. So infrastructure investment trust investment നടത്തിയ ആളിന് റിട്ടേൺ കിട്ടുന്നത് ടോളിൽ കൂടെ ആവാം, റെന്റിൽ കൂടെ ആവാം, ഇൻട്രസ്റ്റിൽ കൂടെയോ ഡിവിഡൻഡിൽ കൂടെയോ ഒക്കെ ആവാം. ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ പ്രോപ്പർട്ടീസിലാണല്ലോ, പേരിൽ തന്നെ അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകളാണ്. സോ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ടോൾ വഴി, റെന്റ് വഴി, ഇൻട്രസ്റ്റ് വഴി, ഡിവിഡൻഡ് വഴിയാണ് ഇൻവെസ്റ്റ് ചെയ്ത ആളിന് റിട്ടേൺസ് കിട്ടുന്നത് എന്ന് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഇൻവിറ്റ്സ് ആർ ക്രിയേറ്റഡ് ബൈ സെബി. സെബി ആണ് ഇൻവിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ഇൻവിറ്റ്സ് ആർ റിക്വയർഡ് ടു ഡിസ്ട്രിബ്യൂട്ട് അറ്റ്ലീസ്റ്റ് 90% ഓഫ് ദെയർ ഇൻകം ടു ഇൻവെസ്റ്റേഴ്സ്. അതായത് ഇൻവിറ്റ്സിൽ നിന്ന് കിട്ടുന്ന
ഇൻകത്തിന്റെ 90% അവർ ഇൻവെസ്റ്റേഴ്സിലേക്ക് കൊടുത്തിരിക്കണം എന്ന് പറയുന്നു. ഫസ്റ്റ് വൺ ലോജിക്കലി നമുക്ക് ട്രൂ ആയിട്ട് എടുത്തൂടെ? കാരണം എന്താ? ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ്. ഇൻഫ്രാസ്ട്രക്ചറുകളിൽ ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യുന്നു, അപ്പൊ അയാൾക്ക് എങ്ങനെയൊക്കെ അതിനകത്തുനിന്ന് റിട്ടേൺ കിട്ടാം? ഇപ്പൊ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? റോഡ് ഒരു ഇൻഫ്രാസ്ട്രക്ചറാ അല്ലേ? പിന്നെ ബിൽഡിങ്സ് അത് മറ്റൊരു ഇൻഫ്രാസ്ട്രക്ചറാ. അപ്പൊ ഇങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ റിട്ടേൺ ഏതൊക്കെ വഴിക്കൂടെ വരാം? ഇപ്പൊ റോഡ് ഹൈവേകളാണെങ്കിൽ ടോള് കിട്ടിക്കൂടെ? ബിൽഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടുന്ന് വല്ല പ്രോഫിറ്റോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ ഏതെങ്കിലും ഒരു രൂപത്തിൽ റെന്റ് ആയിട്ടും ഒക്കെ വന്നുകൂടെ? ആ വരുന്ന ഇൻകം എന്തായിരിക്കും? ആ വരുന്ന ഇൻകത്തിന്റെ ഒരു ഭാഗമായിരിക്കുമല്ലോ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിക്കും കിട്ടുക. സോ ലോജിക്കലി സ്റ്റേറ്റ്മെന്റ് വൺ ക്യാൻ ബി ടേക്കൺ ആസ് ട്രൂ. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ, നിങ്ങൾക്ക് ലോജിക്കലി അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാം. ഇൻവിറ്റ്സ് ആർ ക്രിയേറ്റഡ് ബൈ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫിനാൻഷ്യൽ റെഗുലേറ്ററി ബോഡിയാണ് അല്ലേ? അതായത് ക്യാപിറ്റൽ മാർക്കറ്റ്, സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറയുന്നതിനകത്ത് ആ സെക്യൂരിറ്റീസ് മാർക്കറ്റിന്റെ റെഗുലേറ്റർ ആണെന്ത്? ആര്? സെബി. റെഗുലേറ്റർ. റെഗുലേറ്റേഴ്സ് പൊതുവെ ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കാറില്ല. അതിപ്പോ നിങ്ങൾ എന്ത് നോക്കിയാലും കാണാം. RBI ആണോ ബാങ്കുകൾ ഉണ്ടാക്കുന്നത്? അല്ലല്ലോ. RBI ആണോ ഓരോ ബാങ്കുകൾക്കും വേണ്ടി FD ഉണ്ടാക്കി കൊടുക്കുന്നത്, RD ഉണ്ടാക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്? അല്ലല്ലോ. പോട്ടെ, സെബി ആണോ മ്യൂച്വൽ ഫണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്? അല്ല. ഇവർക്കൊക്കെ എന്താ ചെയ്യുന്നത്? ഈ ഫീൽഡിലെ റെഗുലേഷൻ മാത്രമാണ്. RBI ബാങ്കിങ് എന്ന് പറയുന്ന ഫീൽഡിലെ റെഗുലേഷൻ ആണ് നോക്കുന്നത്. ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കി കൊടുക്കും, അതിനകത്ത് നിന്നുകൊണ്ടാണോ ബാങ്കുകൾ വർക്ക് ചെയ്യുന്നത്, അവരുടെ പ്രൊഡക്ട്സ് ചെലവാക്കുന്നത് എന്ന് നോക്കും. സെബി അതുപോലെ ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനുള്ളിൽ നിന്നുകൊണ്ട് അവരുടെ മോണിറ്ററിംഗ് ആണ് ഉണ്ടാവുക. മനസ്സിലായി? റെഗുലേറ്റേഴ്സ് ആണ് ഇത് എന്നുള്ള ഒറ്റ ബോധമുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ ഓപ്ഷനും എന്താണ്? റോങ് ആണ്. സോ ഓപ്ഷൻ 2 ഈസ് റോങ്. ലാസ്റ്റ് വൺ, അറിയാമെങ്കിൽ മാത്രം അടിക്കാൻ പറ്റുന്ന ഒരെണ്ണമാണ്. അറിയാമെങ്കിൽ മാത്രമേ അടിക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് ട്രൂ. കാരണം ഒരിക്കലും നമ്മൾ അറ്റ്ലീസ്റ്റ് 90% ഒന്നും കാണുമ്പോൾ നമ്മൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. നോർമൽ എലിമിനേഷനിൽ നമ്മൾ 90% ഒന്നും റിട്ടേൺസ് ഇൻവെസ്റ്റേഴ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനുണ്ടാവില്ല. ഒരു 50 ഒക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് നമ്മൾ വിചാരിക്കും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, യുണീക്കായിട്ട് വരുന്ന, അതായത് ഒഴുക്കിനെതിരെ വരുന്ന എന്ത് കണ്ടാലും, എന്ത് സ്റ്റേറ്റ്മെന്റ്സ് കണ്ടാലും നമ്മൾ അത് ശ്രദ്ധിക്കണം, അത് പഠിച്ചു വെക്കണം. സോ ദാറ്റ് മേക്സ് 1 and 3 as the right answer. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങൾക്കും ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മെക്കാനിസമാണ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. പണ്ട് കാലത്ത് എന്താണ്? വലിയ ഒരുപാട് കാശുള്ള വലിയ ടീംസിന് മാത്രമേ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കത്തുള്ളൂ. അത് ജനങ്ങൾ, സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൽ കൂടെ എത്തിക്കുക എന്നുള്ളതാണ് ഇൻവിറ്റ്സിൽ കൂടെ സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇൻവിറ്റ്സ് എങ്ങനെയാണ്? മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേ പാറ്റേണിൽ തന്നെയാണ് ഇൻവിറ്റ്സും വർക്ക് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. സോ അതേ രീതിയിൽ തന്നെയാണ് ഇൻവിറ്റ്സിന്റെ വർക്കിംഗ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടാം, അവിടെ വെച്ചിട്ട് സെക്കൻഡറി മാർക്കറ്റിൽ സെയിൽ ചെയ്യപ്പെടാം, അങ്ങനത്തെ എല്ലാ പരിപാടികളും ഉണ്ട്. ഓക്കെ. ഇനി ഇൻവിറ്റ്സ് ആരാ ക്രിയേറ്റ് ചെയ്യുന്നത്? ഇൻവിറ്റ്സ് ആർ ക്രിയേറ്റഡ് ബൈ സ്പോൺസേഴ്സ്. അതായത് ബേസിക്കലി ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾ, അങ്ങനത്തെ കമ്പനികളായിരിക്കും. മനസ്സിലായില്ലേ? അവരാണ് ഇൻവിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻവിറ്റ്സ് അവർ ക്രിയേറ്റ് ചെയ്തിട്ട് അവരതൊരു ട്രസ്റ്റ് ആയിട്ട് ഫോം ചെയ്യും. എന്നിട്ട് ട്രസ്റ്റിലേക്ക് എല്ലാം അങ്ങ് കൊടുക്കും. ട്രസ്റ്റ് ആണ് പിന്നെ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ്മെന്റിനനുസരിച്ച് പാർട്ടായിട്ട് എത്രയാണോ ഇൻവെസ്റ്റ്മെന്റിന്റെ വിഹിതം അതിനനുസരിച്ച് വീതം വെച്ച് കൊടുക്കുന്നത്. സോ ഇൻവിറ്റ്സ് ആർ ക്രിയേറ്റഡ് ബൈ സ്പോൺസേഴ്സ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം ഇൻവിറ്റ്സിൽ കൂടെ അത്യാവശ്യം വലിയ രീതിയിൽ നമുക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് പോലെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ഇനിയത്തെ കാലത്ത് ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. സോ നമ്മളത് ശ്രദ്ധയിൽ വെക്കുക.